രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ വന്ന് മുൻവശത്തെ കതക് തുറന്ന് നോക്കുമ്പോൾ മുറ്റത്ത് പത്രം കിടക്കുന്നുണ്ടാവണം. അവിടുന്ന് പത്രം എടുത്തോണ്ട് അടുക്കള വാതിക്കലോട്ടൊരു പോക്കുണ്ട്. അവിടെ ഒരു സ്ഥിരം കൊരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചൂടൻ കാപ്പിയും എടുത്ത് ചൂടുള്ള വാർത്തയും കൊണ്ട് ആ കൊരണ്ടീന്മേൽ ഒരു ഇരിപ്പിരിക്കും. അന്നത്തെ വാർത്തയ്ക്കൊപ്പം ഊതി തണുപ്പിച്ച് കട്ടൻ കാപ്പിയും കുടിച്ചിറക്കും. ഒരു കാലത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനചര്യകളിൽ ഒന്നായിരുന്നു അത് കേട്ടോ. അങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചില ഇഷ്ടങ്ങളും ചിലപ്പോൾ ആ പഴയ എന്നെ തന്നെയും നഷ്ടപ്പെട്ട കുറേ വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഞാൻ ഈ കട്ടൻ കാപ്പി കുടിക്കാറേ ഇല്ല. അത്രമേൽ എൻ്റെ ജീവിതത്തോട് ചേർന്നിരുന്ന ആ കാപ്പിയോടുള്ള പ്രണയം അടർത്തി മാറ്റിയത് വേറെ ആരുമല്ല കേട്ടോ, കീമോ തന്നെയാണ്. അവൻ അത്ര ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ രാവിലത്തേടങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത്. രാവിലെ എഴുന്നേറ്റു, പത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ചു, മോനുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇന്ന് നമുക്ക് രാവിലത്തേക്ക് കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. കുറച്ച് കാന്താരി മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ടായിരുന്നു, അതെല്ലാം നുള്ളി പറിച്ചുകൊണ്ട് വന്നു. പിന്നെ 3-4 പച്ചമുളകും കൂടെയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. പുളിയില്ലാത്ത ചമ്മന്തി എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. അതിന് തേങ്ങാ ചമ്മന്തി ആണെന്നുണ്ടെങ്കിലും ഈ പുഴുക്കിന് കഴിക്കുന്ന ചമ്മന്തി ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും പുഴുക്കിൻ്റെ കൂടെ ആണെങ്കിലും പുളി വേണം. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും പുളിയില്ലാത്ത ചമ്മന്തി ഇഷ്ടമല്ല. പിന്നെ ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ ഇഞ്ചി ചേർത്ത് അരയ്ക്കുന്നത്, അതും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഒരു കണക്കിന് പറഞ്ഞാലേ ഈ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ തന്നെയാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നതും.